വിഷുക്കാലത്തെ കുറിച്ച് നമുക്ക് എന്താണമ്മ? ഇത് വിഷുക്കാലമാണ്. ഇപ്പം മേടവിഷു അല്ലേ വരാൻ പോകുന്നത്. മേടവിഷു എന്നല്ലേ പറയുന്നത്, മേട 1-ാം തീയതി. അത് 2 തരത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഒന്ന്, നമ്മൾ ഇപ്പം സാധാരണ ഗൃഹസ്ഥ ജീവിതം ജീവിക്കുന്നവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു അറിവാണ് തരേണ്ടത്. പക്ഷെ യോഗികൾക്ക് വേറൊരു അറിവാണ് തരേണ്ടത്. അപ്പോഴാദ്യം നമ്മൾ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും നമ്മുടെ ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് പറഞ്ഞുതരാം. കാരണം ഈ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി അതിൻ്റെ എല്ലാ വൈഭവത്തോടുകൂടിയും സൗന്ദര്യത്തോടുകൂടി അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പോലെയുള്ള കാലമാണ് ഈ കാലം. ഇപ്പം പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രകൃതി തരുന്നത്, ഗിവ് ആൻഡ് ടേക്കാണ്. അത് നമ്മൾ പ്രകൃതി തരുന്ന അങ്ങോട്ട് പ്രകൃതിക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ എന്താണ് നമ്മളിപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ പൂജാമുറിയിൽ കൃഷ്ണൻ്റെ പ്രതിമ വെച്ചിട്ട് വെള്ളരിക്ക, പിന്നെ ഫലമൂലാദികൾ, മാങ്ങ ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് ഇതാണോ വിഷു എന്നാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത്. അതിൻ്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ ഈ പ്രകൃതിയെ പൂജിക്കുകയാണ് നമ്മളെ. പ്രകൃതി ഈ സമയത്ത് നമുക്കെല്ലാം ഇങ്ങോട്ട് തരികയാണ്. ഈ ഫലമൂലാദികളെല്ലാം ഇവിടെ ഉണ്ട്, ധാരാളം ഉണ്ട്. അപ്പം അതെല്ലാം നമുക്ക് പണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് ഇതെല്ലാം പറിച്ചെടുത്തിട്ട് നമ്മൾ ആരാണോ നമുക്കിത് തന്ന ആളിന് തന്നെ തിരിച്ച് സമർപ്പിക്കുക. പിന്നെ ആ കൂട്ടത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശം ഞാൻ നിന്നോട് പറയാം. ഇതിൻ്റെ ഭൗതിക വശമാണ് ഞാൻ ഈ പറയുന്നത്. അത് സ്വർണം വെക്കും, നമ്മളവിടെ കണ്ണാടി വെക്കും, പാൽക്കണ്ണാടി വെക്കും, പിന്നെ അഷ്ടമംഗല്യം വെക്കും, നമ്മൾ നേരിയതൊക്കെ വെക്കും, നല്ല കസവൊക്കെ വെക്കും. അപ്പം ഇതിന്നിട്ട് കണ്ണിങ്ങനെ പൊത്തും നമ്മുടെ. അതായത് ഉദിക്കുന്നതിന് മുമ്പ് വേണം കണി കാണേണ്ടത് അല്ലേ. അപ്പോഴത്തേക്ക് അത് ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് പ്രായവർ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആദ്യം സ്പർശിക്കുന്ന ആ വസ്തു വെച്ചിട്ട് ലക്ഷണം പറയും അന്നത്തെ. അത് അച്ചട്ട് കാര്യമാണ്. ആദ്യം എന്തിലാണ്, ഇപ്പൊ കസവിലാണോ അല്ലെങ്കിൽ സ്വർണത്തിലാണോ അല്ലെങ്കിൽ ഫലമൂലാദികളിൽ, അതായിരിക്കും ആ വർഷം നമുക്ക് സമൃദ്ധമായിട്ട് കിട്ടുന്നത്. ഇതൊരു ശാസ്ത്ര സത്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു പുതിയ അറിവാണ് ശരിക്കും. പഴയ അറിവാണ്. പക്ഷെ അത് ആരും പറയണില്ല. ഇങ്ങനെ കണ്ണടച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നു, എന്തൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് അത് തൊടുന്നത്, അതാണ് നമുക്ക് ആ വർഷം ഐശ്വര്യമായിട്ട് ആ കുടുംബത്തിന് വരുന്നത്. പിന്നെ ഭഗവാനെയല്ലേ കാണുന്നത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാല് നമ്മള് എപ്പോഴും എല്ലാവരും ഇപ്പം പാട്ടിലല്ലേ അല്ലേ. കണി കാണും നേരം കമല നേത്രന്റെ നിറമീറും മഞ്ഞ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണിണം ഭഗവാനെ. മുകിൽ വർണ്ണ കണ്ണ കടൽ വർണ്ണ കൃഷ്ണ അടുത്തു ആ ഉണ്ണി കണി കാൺമാൻ. നമ്മളെല്ലാം വിചാരിക്കുന്ന ഉണ്ണി വെളുപ്പിനെ നമ്മുടെ അടുത്തേക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെ ചിലമ്പിട്ട് ഓടുക, കാൽച്ചിലമ്പ് കിലുക്കി ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണൻ വരുന്നതായിട്ടാണ് നമ്മുടെ സങ്കല്പം. ഇതെല്ലാം സങ്കല്പമല്ലേ. എന്താ ഇങ്ങനെ ആർഗ്യുമെന്റ്സും പ്രതിവാദങ്ങളുമായിട്ടിരിക്കുന്നിടത്തൊരു നല്ല സങ്കല്പം നമുക്ക് തന്നിരിക്കുകയല്ലേ ദൈവം അല്ലേ. ഉണ്ണികൃഷ്ണൻ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല. ഒരു കുഞ്ഞുവാവ നമ്മുടെ മുമ്പിൽ അലങ്കാരത്തോടു കൂടി ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഭാവനയാണ് അന്നത്തെ ദിവസം തുടങ്ങുകയല്ലേ. ഒരു വർഷത്തെ ഫലമാണ് കണി. ഇതാണ് പ്രകൃതിയുടെ ഒരു വലിയ രഹസ്യം. ഇവിടെ എന്താണ് ഇത്, ഇപ്പൊ ഈ പർട്ടിക്കുലർ സീസണിലാണ് ഈ കണിക്കൊന്ന പൂക്കുന്നത് അല്ലേ. കർക്കിടകത്തിൽ പൂക്കുന്നില്ല. ഇപ്പൊ പിന്നെ ഈ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ചെടികളൊക്കെ പ്ലാവും ഒക്കെ വെക്കുന്ന അത് വേറെ വിഷയം. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രകൃതി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ മഞ്ഞക്കണിക്കൊന്ന. അത് യുഗങ്ങളായിട്ട് നമ്മൾ പാലിച്ചു വരുന്ന ഈ ഐതിഹ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്, അതിനൊരു തെളിവാണ്. ഭഗവാൻ മഞ്ഞ പട്ടുടുക്കുന്നല്ലേ പറയുന്നത്. അപ്പൊ പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞയാണ്. മഞ്ഞ എന്ന് പറയുന്ന ഒരു ആഹ്ലാദത്തിൻ്റെയും പിന്നെ സമാധാനത്തിൻ്റെയും ഒക്കെയുള്ള ഒരു എന്താ പറയുന്നത്, സൗന്ദര്യത്തിൻ്റെ അല്ലേ. മഞ്ഞയ്ക്ക് അതിൻ്റെതായ ഇത് ആരാണേലും ഒന്ന് എടുത്ത് തൊട്ട് നോക്കിപ്പോ. അപ്പൊ ഇതൊരു മസ്റ്റാണ് കണിക്കൊന്ന പൂ വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് നമുക്ക് പ്രകൃതി എന്ത് തരുന്നോ അത് ഭഗവാന് സമർപ്പിക്കാം. എന്ത് വേറെ ദേവാലയങ്ങളിൽ വേറെ കൊണ്ടുപോകാത്തതെന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം ഞാൻ പറയാം. കൃഷ്ണനാണ് ഇതിൻ്റെ എല്ലാം ഉടയവന്. പ്രകൃതിയുടെ ഭർത്താവ് എന്ന് പറയുന്ന കൃഷ്ണനാണ്. പ്രകൃതി എന്തിൽ നിന്നുണ്ടായിരിക്കുന്നോ അത് ഭഗവാനിൽ നിന്നാണ്. പരബ്രഹ്മം എന്ന് പറയാം, എന്തും പറയാം. അതാണ് പറയുന്നത്. രാധേശ്യാം എന്നല്ലേ പറയുന്നത്. അപ്പം പ്രകൃതിയും
ഭഗവാനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പൂർണ്ണതയുള്ളൂ. അല്ലാതെ ഭഗവാനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഭഗവാന്റെ പ്രകൃതിയാ, വേറെയല്ല. അപ്പം ഇതിനെ കാണുമ്പോൾ ഇതിൻ്റെ പുറയിലൊരാളുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ അത് പോട്ടെ, അത് നമ്മുടെ വീട്ടമ്മമാരുടെ. അപ്പം എല്ലാവരും നമ്മളൊരു കൈനീട്ടം കൊടുക്കും. അന്ന് കൊടുക്കുന്ന ആ കൈനീട്ടത്തിന് ഏറ്റവും വലിയ പവറാണ്. അപ്പം എന്താണെങ്കിലും കൈനീട്ടം വാങ്ങാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ അച്ഛനോ കാരണവരോ ഉണ്ടെങ്കിൽ അവർ കുട്ടികളെ എല്ലാം വിളിച്ചിട്ട്, പിന്നെ ജോലിക്കാരെ എല്ലാം വിളിച്ചിട്ട്, പിന്നെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട്, അപ്പോൾ പാടത്ത് പണിയുന്നവരെയൊക്കെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ കൊടുക്കും. ധാരാളം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആണ് ഒരു കണക്ക് വിഷുവിൻ്റെ. വേറൊരു കണക്ക് ഞാൻ പറയാം, ഇത് ആ യോഗികൾക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പം വീട്ടമ്മമാരുടെ, സാധാരണക്കാരുടെ, എല്ലാവരുടെയും ആ ഒരു നിങ്ങളുടെ ആഹ്ലാദം, നിങ്ങളുടെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നല്ലേ. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. പ്രകൃതി നമുക്ക് തരുന്നു, നമ്മൾ തിരിച്ച് പ്രകൃതിക്ക് കൊടുക്കുന്നു. എന്തായാലും അന്നം വേണമല്ലോ, അന്നപൂർണേന്നല്ലേ. അപ്പോൾ അന്നങ്ങളും വസ്ത്രങ്ങളും ഇതെല്ലാം ചേർന്നതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു കാട്ടിലല്ലല്ലോ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസ്കൃതി വന്ന നാട്ടിലെ നാഗരികതയല്ലേ. അപ്പം ഇതെല്ലാം വേണം, ഒന്നും കളയണ്ട. പക്ഷെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം എന്ന് പറയുന്ന യോഗികൾക്കേ മനസ്സിലാകത്തുള്ളൂ. അത് ഇച്ചിരി ഗഹനമായ കാര്യമാണ്. നമ്മളുടെ ബോഡിയെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പം വിഷുവം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യേക ദിവസം 365 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കാലമില്ല. ടൈം അവിടെ സ്തംഭിപ്പിച്ച് വെച്ചിരിക്കുക. കാലം സ്തംഭിപ്പിച്ച് വെച്ചാൽ എല്ലാം അന്ന് കാലമില്ല. മറ്റേ നമ്മൾ 24 മണിക്കൂർ 365 ദിവസം എന്നിങ്ങനെ നമ്മൾ 1 by 1 ആയിട്ടല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന കാലഗണന. മൈത്രേയ മഹർഷിയാണ് തന്നിരിക്കുന്നത്. ഭാഗവത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ കാലഗണന. ജ്യോതിഷം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. മൈത്രേയൻ ആണ് ഏറ്റവും വലിയ ജ്യോതിഷ പണ്ഡിതനായിട്ട്, പരാശരനേക്കാളും മുമ്പേ പറയുന്നത്. അപ്പം കാലം അവിടെ ഇല്ല. ഈ ഒരു ദിവസം കാലമില്ലാതെ വന്നാൽ നമ്മുടെ ഒരായുസ് വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്. കാലമില്ലെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ചലനമില്ല. അത് പ്രകൃതിയുടെ കാര്യം, ബ്രഹ്മാണ്ടത്തിൻ്റെ കാര്യം. പക്ഷെ ശരീരത്തിലൊരു കാര്യമുണ്ട്. ശരീരത്തിൽ നമ്മൾ യോഗികൾക്ക് നാഡികളെക്കുറിച്ച് അറിയാമല്ലോ. ഇട, പിങ്കള, സുഷുമ്ന. സുഷുമ്നയാണ് പറയുന്ന മഹാനാഡി എന്നാണ്. ചിത്രനാഡി എന്നും പറയും യോഗികളെ. അപ്പം അമ്മയുടെ ഗുരുനാഥനൊക്കെ പ്രഭാകര സിദ്ധിയോഗി ആയതുകൊണ്ടാണ് അമ്മ അതും കൂടി പറയുന്നത്. അപ്പം രണ്ടും വേണമല്ലോ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ യോഗികൾക്ക് അതിൻ്റെ സൂക്ഷ്മതത്വം പറയണ്ടേ. അപ്പം സൂക്ഷ്മതത്വം പറയാത്തതാണ് ഈ നമ്മുടെ ഈ ഹിന്ദു ആചാരങ്ങളൊക്കെ അന്ധ ആചാരങ്ങളാന്ന് പറയുന്നത്. എടുത്ത് ഞാൻ പറയാം, ഹൈന്ദവ ആചാരങ്ങൾ അന്ധതയാണെന്ന് പറയുന്നത് സൂക്ഷ്മതത്വം പറഞ്ഞു കൊടുക്കുന്നില്ല ആരും. സൂക്ഷ്മതത്വത്തിൽ നമ്മൾ ഈ ഇട എന്ന് പറയുന്ന നമ്മുടെ ഇടത് നാഡി, സുഷുമ്ന എന്ന് പറയുന്ന നട്ടലിലെ നമ്മൾ ആ ട്രാക്കാണ്, സ്പിരിച്വൽ ട്രാക്ക് എന്നാണ് അതിന് പറയുന്നത്. മഹാനാഡി എന്നാണ് അതിന് പറയുന്നത്. അപ്പം പിങ്കള എന്ന് പറയുന്ന വലന്ന നാഡി. ഇതൊന്നും കണ്ടുപിടിക്കാനൊക്കത്തില്ല. സൂക്ഷ്മമായ അതിസൂക്ഷ്മമായ ട്രാക്കാണത്. അപ്പം നട്ടലിലാണ് ഈ സുഷുമ്ന കയറിപ്പോകുന്നത്. അപ്പം ഈ സുഷുമ്ന നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് ആധാരചക്രങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം തലച്ചോറിൽ വരെ ചെല്ലും. നമ്മുടെ ബ്രഹ്മകപാലത്തിലേക്ക് ഇത് വീഴുക. ഇപ്പം ഇതിങ്ങനെ അങ്ങ് വീഴുകയെന്ന് വെച്ചാൽ ഒരു നാഡിയാണെങ്കിൽ ഇതിങ്ങനെ അങ്ങ് വീഴുക. ഇത് അവിടേക്ക് അങ്ങ് വീഴുക. ഈ ബ്രഹ്മകപാലത്തിലേക്ക് അത് വീഴുക. പക്ഷെ ഇത് വീഴുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ട്. ഈ ഇടനാഡിയിൽ നിന്ന് പിങ്കള നാഡിയിലേക്ക് നമ്മുടെ ഉള്ളിലൊരാളുണ്ട്, പ്രാണവായു. പ്രാണൻ നാഡിയിൽ നിന്ന് പിങ്കള നാഡിയിലേക്ക് വലതു ഭാഗത്തേക്ക് പോകുന്നതിനാണ് സൂര്യനടിക്കാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ഇപ്പൊ ഉത്തരായനമാണ്. 2 ദിവസം കൂടെ കഴിയണം ഉത്തരായനം തീരാൻ, മേട 1. അപ്പോൾ ആ മേട 1 എടുക്കുന്ന പറഞ്ഞാൽ ആ പർട്ടിക്കുലർ മൊമെന്റിൽ, ആ പർട്ടിക്കുലർ ഡേറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിങ്കള നാഡിയിൽ ഇപ്പം ഈ ഉത്തരായനം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഉത്തരായനത്തിൽ നിന്ന് പ്രാണന്റെ ഗതി ഇടതുകലയിലേക്ക് വരും. ഇടതുകലയിലേക്ക് വരുന്നതിന് ദക്ഷിണായനം എന്ന് പറയും. അപ്പം മേടം 1 ദക്ഷിണായനം തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? ഉത്തരായനം ദേവന്മാരുടെ കാലം, ദക്ഷിണായനം പിതൃക്കളുടെ കാലം. ഈ 2 വഴിയേ ഉള്ളൂ ഈ ആത്മാവിന് പോകാൻ. ജീവൻ ബോഡി വിട്ടു പോകുമ്പോൾ ഒന്നുകിൽ ദക്ഷിണായനത്തിലൂടെ പോകണം, അല്ലെങ്കിൽ ഉത്തരായനത്തിലൂടെ പോകണം. ദക്ഷിണായനത്തിലൂടെ പോകുന്നതിന് പുനർജന്മമുണ്ട്. അതാണ് യോഗികളൊക്കെ നോക്കണം. ഭീഷ്മരൊക്കെ ഉത്തരായനം കാത്തു കിടന്നാണ് പറയുന്നത് സരസയ്യല്. ആ ഉത്തരായനത്തിൽ കൂടെ പോകുന്ന തിരിച്ചു വരണ്ട, അവർക്ക് ആ ബ്രഹ്മത്തിൽ ലയിച്ചു. അപ്പം ഈ ഇൻ ബിറ്റ്വീൻ ഇത് രണ്ടിനും ഇടയ്ക്കാണ് ഈ വിശ്വം. പിന്നെ ബോഡിയിൽ എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭ്രൂമധ്യമാണ് പ്രധാനം. ഈ നമ്മൾ പറയത്തില്ലേ ശിവന്റെ കണ്ണ്
മൂന്നാം കണ്ണ്, ത്രിനേത്രം എന്നൊക്കെ പറയുന്ന സംഭവം ഈ ക്യാമറ ഇവിടെയുണ്ട്. ഈ ക്യാമറയാണ് സർവ്വതും കാണുന്ന ക്യാമറ. നമ്മൾ ഈ ബാഹ്യ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നുമല്ലല്ലോ, മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ഇതുകൊണ്ട് കാണുന്നത് മാറാത്ത ഒരു സംഭവം കാണാൻ പറ്റും. അതാണ് ത്രികാലജ്ഞാനികളായ ആളുകൾ സൂക്ഷ്മദൃഷ്ടി കിട്ടുന്നത്. അപ്പം ഈ ഒരു ദിവസം ഈ പ്രാണാപാനന്മാര് ഈ ഭ്രൂമധ്യത്തിലെ ഈ ഒരുക്കുന്ന ആജ്ഞാചക്രത്തിലേക്ക് വന്ന് നിൽക്കുകയോടെ അവിടുന്ന് താഴേന്ന് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് സുഷുമ്നാന്തർഗതമായിരിക്കുന്ന ആ കുണ്ടലിനി ശക്തി, നമ്മുടെ ജീവകാന്ത ശക്തി, നമുക്കൊരു പവർ ഉണ്ടല്ലോ, അതും കൂടെ ഈ പ്രാണാപാനന്മാരോടെ വന്നിട്ട് ഈ ഭ്രൂമധ്യത്തിലേക്ക് വന്ന് അവിടെ സ്റ്റില്ലാകും ഒരു ദിവസത്തേക്ക്. അതിനാണ് വിഷുവം എന്ന് പറയുന്ന കാലവിഷുവം. അപ്പൊ ഇവ ടൈമില്ല, നമ്മൾക്ക് ഒരു 24 മണിക്കൂറിനിടയ്ക്ക് 21,600 പ്രാവശ്യം ഇവരിങ്ങനെ ട്രാക്കിൽ സഞ്ചരിക്കുക പ്രാണാപാനന്മാര്. അപ്പോൾ വിഷുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ സഞ്ചരിക്കുന്നില്ല, അവർ മൂന്നാളും അവിടെ ഒന്നിച്ച് അത്ര കൂടാന്ന് പറയാതെ ഇങ്ങനൊരു പോയിന്റ് ഉണ്ട് അവിടെ, എല്ലാവരുടെയും ഉണ്ട്. അത് കാണാൻ ആർക്കും പറ്റുന്നില്ല. ലൗകിക ജീവിതം ജീവിക്കുന്നവർക്ക് പ്രാണാപാനന്മാരെന്താ, ത്രികൂടം എന്താ, ഇല്ലെങ്കിൽ ആജ്ഞാചക്രം എന്താ, അല്ലെങ്കിൽ സുഷുമ്ന എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല. യോഗശാസ്ത്രമാണ് ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലും ഒരു ദിവസത്തെ ആയുസ് കൂട്ടിക്കിട്ടുക, പ്രപഞ്ചത്തിലും ഒരു ദിവസത്തെ ആയുസ് കൂട്ടിക്കിട്ടുക വിഷുവ. അപ്പൊ അമാവാസി എന്ന് പറയുന്ന അപ്പൊ കാലം സ്തംഭിച്ച് നിൽക്കുക. അപ്പൊ വിഷുവം ഈ ഒരു കാലമില്ലെങ്കിലും മറ്റൊരു ഇവർക്ക് ശനി ദശയാണ്, ഇവർക്ക് ദുർദശയാണ്, ഇവർക്ക് അങ്ങനെ ദശയാണെന്നെല്ലാം നമ്മുടെ അസ്ട്രോണമിയിലുണ്ടല്ലോ, ജ്യോതിഷ ഉള്ളതാണത്. പക്ഷെ ഈ പ്രത്യേകമായ ദിവസത്തിൽ സമാരംഭിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് സമാരംഭിച്ച കാലത്തിന് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ഇൻഫ്ലുവൻസ് ഇല്ല കാലത്തിൻ്റെ. അതുകൊണ്ടാണ് എല്ലാവരും ജാതിമത വ്യത്യാസം ഇത് പറഞ്ഞിട്ട് വിഷുവിന് തുടങ്ങാം. പണ്ടൊക്കെ വിത്തെറിയുന്ന ആ ദിവസം നോക്കിയിടും. ഇപ്പം നമ്മൾ സ്വർണ്ണക്കടയും മറ്റു കടകളും ബിസിനസ്സാണ് ഇപ്പം വിഷുവിന് തുടങ്ങി. എല്ലാവരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലും കാര്യം അറിയത്തില്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതാണ് വിഷുവം എന്നാണ് പറയുന്നത്, വിഷു എന്നല്ല, വിഷുവം. ആ വിഷുവത്തിനൊന്നും ടൈമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടൈമിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് നമുക്ക് കിട്ടിയാൽ അവിടെ നിൽക്കുകയാണ് സ്തംഭിച്ച്. അത് പ്രകൃതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ദൈവമായിട്ട് കാണുന്നത്. കാര്യം നമ്മളിപ്പോൾ എന്തെല്ലാം സന്യാസിക്ക് പോലും ആഹാരം കിട്ടണം, ഇപ്പോഴത്തെ സന്യാസിക്കാണെങ്കിൽ ഒരു മഠം വേണം, എല്ലാം വേണം. അപ്പം ഇതെല്ലാം തരാൻ ഒറ്റയാളേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് യ കൃഷ്ണസ്തു സ്വയം ഭഗവാനെന്ന്. ഭഗവാനെന്ന് പൂർണ്ണമായിട്ട് തെളിയിച്ചിട്ടുള്ളത്, സൃഷ്ടി പോലും നടത്തിയിട്ടുള്ളത് ഭഗവാന്. ഞാൻ ആ ഭാഗവത കാര്യങ്ങൾ ഈ വിഷുവിനൊന്ന് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്ര വഴിക്കൂടെ ഇപ്പം മനസ്സിലായല്ലോ അതിൻ്റെ ശാസ്ത്രം. സുധീഷിന് ഭാഗ്യമുണ്ട്, ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അമ്മയോട് ഈ വിഷുക്കാലത്ത് ഈ നേരം പുലരുന്നതിന് മുമ്പ് തൊഴുതിട്ട് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആ യോഗ രഹസ്യം അമ്മ പറയുന്നു. ഇത് അമ്മ എങ്ങനെ പറയുന്നു, ഈ ഒരമ്മ എങ്ങനെ പറയുന്നത് വെച്ചാൽ എൻ്റെ മാസ്റ്റർ വലിയ ആളാണ്, എൻ്റെ മുതലാളി ശിവപ്രഭാകര സിദ്ധിയോഗിയാണ്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തരുന്നത് യോഗയാണ്. അല്ലാതെ 27 വയസ്സ് 32 വയസ്സിനൊക്കെ അകത്തുള്ള അമ്മയ്ക്ക് ഒരു ഭക്തിമാർഗത്തിൽ പോകാനില്ല. പ്രാരബ്ധമുണ്ട്, കുട്ടികളുണ്ട്, പിന്നെന്ന് പറഞ്ഞാൽ ജോലിയുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കി ഇവർക്ക് പൂജ ചെയ്ത് ഇവൾക്ക് അങ്ങ് എത്താൻ പറ്റില്ല, ഭക്തിയോഗത്തിലേ പറ്റുള്ളൂ. ഭക്തിയോഗമാണ്. ഞാൻ അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയുടെ ആളാണ്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഭഗവാനോട് ഓരോരോ പരിഭവങ്ങൾ പറയുമല്ലോ. ഇതെല്ലാം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി, ഈ ഏജിങ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേശകാലങ്ങളൊന്നും നമുക്ക് ചിന്തയില്ല. ഇവിടെ ആര് വന്നാലും എല്ലാവരും ഭഗവാന്റെ ഗോപിക വരും. നമ്മളിപ്പോൾ വന്നപ്പോൾ പാട്ട് അഷ്ടപതിയാണ് കേട്ടത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്ടപതിയായിരുന്നു. കാര്യം എൻ്റെ മകളിപ്പോൾ അഷ്ടപതി പാടി നടക്കുകയാണ്. അഷ്ടപതിയാണ് ഇപ്പം അവൾക്ക് കൊച്ചുനാളിൽ പാടി, പിന്നെ ഇപ്പം 50 വയസ്സായിട്ട് അഷ്ടപതി പാടി ക്ഷേത്രങ്ങളിലെല്ലാം അഷ്ടപതി പാടുവാണ്. എനിക്കത് പറയുമ്പോൾ സങ്കടം വരും. വെച്ചാൽ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും കഴിഞ്ഞിട്ട് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം. കുഞ്ഞുനാളിൽ നമ്മൾ പഠിപ്പിച്ചത് ഹസ്ബൻഡാണ് പഠിപ്പിച്ചത്. കലാമണ്ഡലം ഹൈദരാലിയാണ് ആദ്യമേ ഒരു ശീലി പറഞ്ഞു കൊടുത്തത്. അവർ ഇവിടുത്തെ കഥകളി കഴിഞ്ഞ് എല്ലാവരും അവിടെ വന്ന് കൂടും. ആശ്രമത്തിൽ ഹസ്ബൻഡ് ഉള്ളപ്പോൾ അവിടെ വന്ന് കൂടും. അപ്പോൾ അവൾ അത് കേട്ട് പഠിച്ച് പിന്നെ ഇപ്പം ട്രെയിൻ ചെയ്തു. അപ്പം ഇവിടെ പാടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതായത് രണ്ടുപേരും പാടാം, പാടാം നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ വിഷുവിനൊരു പാട്ടായി. രാധിക
തവ വിരഹേ കേശവ രാധിക തവ വിരഹേ കേശവ ഹരിരിതി ഹരിരിതി ജപത് സകാമം ഹരിരിതി ഹരിരിതി ജപത് സകാമം ഹരിരിതി ഹരിരിതി ജപത് സകാമം ഹരിരിതി ഹരിരിതി ജപത് സകാമം രാധിക തവ വിരഹേ കേശവ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏത് ജീവനും വിരഹദുഃഖം അനുഭവിക്കുന്നുണ്ട്. ജീവന്റെ ഭർത്താവ് എന്ന് പറയുന്നത് കൃഷ്ണനാണ്, ആത്മാനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ പിടച്ചോണ്ടിരിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ കാണണമെന്ന്. ഈ പ്രാപഞ്ചികമായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്താൽ ഫണ്ടമെന്റലായിട്ട് ആത്മാവിൻ്റെ ദാഹം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ കാണണം എന്നുള്ളതാണ്. അപ്പം ജയദേവർ ആ കവിത എഴുതിയിട്ട് ജയദേവരുടെ പത്നി പത്മാവതിക്കാണ് പ്രത്യക്ഷമായി കൊടുത്തത്. ജയദേവർ എഴുതിയത് ഇതാണ്, രാധികാ വിരഹം എന്നാണത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിനെ ഒന്ന് കണ്ടേ മതിയാകൂ, അത് കൃഷ്ണനെ ആയിരിക്കണം എന്നാണ്. അല്ലാതെ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും തന്നെ സ്ഥിരമല്ല. അപ്പം ആ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയുള്ളൊരു ഭക്തി ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഈ വെള്ളിയാഴ്ച തൊഴുക, ചൊവ്വാഴ്ച തൊഴുക, നമ്മുടെ ഈ അവസരവാദമുള്ള ഭക്തിയല്ല. ഓരോ കാര്യം ഇത് ആത്മദാഹമുള്ള ഭക്തിയാണ്, അല്ലേ? അപ്പം അതിനകത്ത് കാമം എന്നൊരു വാക്ക് ജയദേവൻ ചേർത്തത് ബോഡിലി പ്ലഷറിനല്ല. കാമം എന്ന് പറയുന്നത് കണ്ടേ മതിയാവുള്ള, അത് കിട്ടിയേ മതിയാവുള്ളൂ. അങ്ങനെ വരുമ്പം പ്രകൃതി തരും. ആ ഭഗവാനെ അമ്മയ്ക്ക് പ്രത്യക്ഷത്തിൽ ദർശനം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. ഞാനിവിടെ യജ്ഞം ചെയ്തിട്ടുണ്ട്, പലപ്പോഴും യജ്ഞം ചെയ്തിട്ടുണ്ട്. സത്താഹ യജ്ഞത്തിൽ ആചാര്യയായിട്ടിരുന്നുണ്ട്, പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് വേറൊരിക്കൽ പറയാം. ഭഗവാനുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 3000 യജ്ഞം തന്നെ ജീവിതത്തിൽ ചെയ്ത് ആചാര്യയായിട്ട്, വെളിയിലെ അകത്തെ പുറത്തൊക്കെ. അപ്പം ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എനിക്ക് ഭഗവാൻ തന്ന ഒരു സംഭാവനയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചുള്ള എല്ലാവരും ചോദിക്കും, യോഗയുടെ ശക്തിയാണോ ഈ വാർദ്ധക്യം ഫീൽ ചെയ്യുന്നില്ല? എനിക്ക് വാർദ്ധക്യം ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ 18 വയസ്സിലും എൻ്റെ 28 വയസ്സിലും 38 വയസ്സിലും കൃഷ്ണനേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ. ഇപ്പം എൻ്റെ ഉള്ളിൽ ഈ ഭൗതികമായ ഒന്നുമില്ല. ഇപ്പം നീ എന്നെ 2 പള്ളു പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അപ്പോഴത്തേക്കുള്ള എനിക്കൊരു റിവെഞ്ച് ഇല്ല. എന്നെ എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്. എൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം, എനിക്ക് ആരോഗ്യം സത്യത്തിൽ ഇത്രയും 35 കിലോയേ ഉള്ളൂ, ഇവിടെ തുലാപരം. പക്ഷെ എൻ്റെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനാണ്. ഞാൻ കാണുന്നതല്ല യമുനാ തീരെ വസതിവനെ വനമാലി രാധയായിട്ട് കൃഷ്ണൻ പോകുന്നതും അതൊക്കെയാണ് എൻ്റെ ബോഡി, എൻ്റെ മനസ്സിലെ സങ്കല്പം. അപ്പം പിന്നെ ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇപ്പം എല്ലാവരോടും ഞാൻ പറയുന്ന വിഷു എന്ന് പറയുന്ന കുറേ ഇതെല്ലാം എടുത്തു വെച്ച്, വെള്ളരിക്ക എടുത്തു വെച്ചിട്ട് ഇത്രയേ ഉള്ളെന്ന് പറയുന്നതല്ല. ഭഗവാനെ സ്നേഹിക്കുക. അപ്പം ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഒരാളിനെ നമുക്ക് ദൈവമായിട്ട് കിട്ടിയിട്ട് പിന്നെ ഞാൻ പറയും ബാക്കിയുള്ള ലോകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറയുക, ആവശ്യമില്ലാത്ത വർഷിപ്പൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുണ്ട്, അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് ഭാഗ്യം എന്നെ കിട്ടാൻ. പ്രഭാകര സിദ്ധയോഗീശ്വരൻ്റെ ഞാൻ ഒരാളിനെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. പറയട്ടെ, എനിക്ക് 2 ഭാവമുണ്ട്. ചിലപ്പം ദേഷ്യം വരും. എൻ്റെ ഗുരുവിൻ്റെ യോഗി അവധൂതന്. പക്ഷെ ഞാനത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട്, ഡിലീറ്റ് ചെയ്യത്തില്ല, എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൃഷ്ണനിലേക്കാക്കും. അപ്പോഴാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത്. അത് യോഗഭാവത്തിൽ അദ്ദേഹത്തിനെ മാത്രം ധ്യാനിച്ചടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പ്രപഞ്ചം വേണ്ടാന്ന് തോന്നും. അപ്പോഴേക്ക് ഭഗവാൻ പിടിക്കും. അപ്പം 2 ആളും എൻ്റെ കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും ഗുണമെന്ന് പറയുന്നത്. ഭക്തിയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനൊരു യോഗി സുധീഷ് വന്നതുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കണമെന്ന. ഇന്ന് ഒരു ഗുരുക്കന്മാരും എന്താ കാലവിഷയം എന്താന്ന് ചോദിച്ചാൽ പറയുന്നില്ല. അവിടേക്ക് നമുക്ക് കിട്ടുന്ന നേട്ടം ഇത് എപ്പോഴും സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ യോഗ ചെയ്യുമ്പോൾ എന്നും വിഷുവാക്കാം. ഈ സുഷുമ്നാന്തർസ്ഥിതമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയും ഇടപിങ്കളിലെ പ്രാണാപാന്മാരെ ഒരു പോയിന്റ് നിർത്താം. അതിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ പെട്ടത്. അപ്പം അനുഭവം ഉണ്ടെങ്കിൽ പറയാനൊക്കെ. എനിക്കൊരു ആൾദൈവം ആകാൻ ഇഷ്ടമില്ല, പക്ഷെ നമ്മുടെ ഈ 3-ാം കണ്ണ് ഓപ്പണായി കിടക്കുന്നുണ്ട്. ഇത് പറയാൻ പറ്റുന്നുണ്ട്. അതിലൂടെ കാണുന്ന കാഴ്ചയേ ഉള്ളൂ സ്ഥിരം. അതിലൂടെ കണ്ടത് പിന്നെ പറയാം. ഭഗവാനെ
നിന്നെ വെച്ച് ഞങ്ങൾ ഒത്തിരി കളിച്ചു കേട്ടാ. ശരി ശരി, എല്ലാം പറഞ്ഞു തന്നതിന് നന്ദി, 100 നന്ദി. ഈ വിഷു ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു വിഷുവാക്കി തന്നതിന് നന്ദി.